വയനാട് തുരങ്കപാത നിർമ്മാണ പ്രവർത്തനം ഈ വർഷം തുടങ്ങുമെന്നും പൊതുമരാമത്ത് മന്ത്രി പി മുഹമ്മദ് റിയാസ്. UDF ആണ് അധികാരത്തിലെങ്കിൽ NH-66 മുടങ്ങിപ്പോയ പദ്ധതിയായി മാറുമായിരുന്നുവെന്നും മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. വയനാട് ചുരം കയറാനും അതിനെടുക്കുന്ന സമയവും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ തന്നെ നമുക്കറിയുന്നതാണ്. ഈ നാടിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതക്ക് അതിന്റെ പ്രവൃത്തിയുടെ തുടക്കമിടാൻ സാധിക്കും ഈ വർഷം എന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം ആരംഭിച്ച് മുന്നോട്ട് പോകാനാവും. കേരളത്തിന്റെ കാർഷിക മേഖലക്കും വ്യാപാര മേഖലക്കും ടൂറിസം മേഖലക്കും ഒക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഈ പദ്ധതിക്കായി 2043 കോടി 70 ലക്ഷം രൂപയാണ് LDF സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക.